ആദ്യം തന്നെ ചങ്ങാതിമാർക്കെല്ലാം ഒരു കിടിലോസ്കി നമസ്കാരം ഇരിക്കട്ടെ. ഒരു കിടുക്കാച്ചി പ്ലം കേക്കിൻ്റെ റെസിപ്പി കേട്ടോ ഇത് കേട്ടോ. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല. ഇത് കണ്ടത് ചോക്ലേറ്റ് പോലെ ഇരിക്കില്ല. ഒന്നും നോക്കണ്ട ചങ്ങാതിമാരെ. ഇതുപോലെ മോൾഡിലേക്ക് ആക്കിയിട്ട് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം വേറെ ലെവല. ഒരു രക്ഷയില്ല. ഈ പ്രാവശ്യം വീട്ടിലങ്ങ് ഉണ്ടാക്കി അങ്ങ് തകർക്ക്. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ മെത്തേഡും കൂടെ കാണണ്ടേ. ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കഴിയുമ്പോഴേക്കും സംഭവം വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതി. അപ്പോൾ ഈ പ്രാവശ്യത്തെ കേക്ക് മിക്സിംഗ് സെറിമണി നടക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയായ ചാണ്ടീസ് ഡ്രിസിൽ ഡ്രോപ്സിൽ വെച്ചാണ് മൂന്നാറുള്ള. അവിടെ വെച്ച് ബ്ലാക്ക് കിസ്മിസ്, വൈറ്റ് കിസ്മിസ്, കാഷ്യൂനട്ട്, ഡേറ്റ്സ്, വാൾനട്ട്, ഫിഗ്, ടൂട്ടി ഫ്രൂട്ടി, ജിഞ്ചർ പീല്, കാൻഡി പീല്, ഹണി, ജാമ്, അതുപോലെ വൈന്, ഈ വക സാധനം എല്ലാം കൂടെ ഇട്ട് ഇത് ഒരു 500 കിലോ ഫ്രൂട്ട്സിൻ്റെ മിക്സിങ് കേട്ടോ ഈ നടക്കുന്നത് കേട്ടോ. ഭയങ്കര രസമായ ഒരു പരിപാടി കേട്ടോ. അതുപോലെ തന്നെ ഒരു സന്തോഷ വാർത്ത നിങ്ങളോടെല്ലാം പറയാനുണ്ട്. ഈ വീഡിയോ കാണുകയും ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുന്ന നമ്മുടെ ചങ്ങാതിമാരെ ഒരു ഫാമിലിയെ സെലക്ട് ചെയ്ത് 1 നൈറ്റ് 20-ാം തീയതി ഈ മാസം 20-ാം തീയതി വിൻഡി വുഡിൽ അവർക്ക് സ്റ്റേ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ 20-ാം തീയതി നടക്കുന്ന കേക്ക് മിക്സിംഗ് സെറിമണി 5000 കിലോ ഫ്രൂട്ട്സിൻ്റെ കേക്ക് മിക്സിംഗ് സെറിമണിക്ക് നിങ്ങൾക്ക് വന്ന് പങ്കെടുക്കാം. റൂം ബുക്ക് ചെയ്തോ ഒന്നും നോക്കേണ്ട, കണ്ണടച്ച് റൂം ബുക്ക് ചെയ്ത് ഇത് വന്ന് പങ്കെടുത്ത് എൻജോയ് ചെയ്ത് തകർക്കേണ്ട ചങ്ങാതിമാരെ. കണ്ടില്ലേ വൈനൊക്കെ ഒഴിച്ച് ആദ്യം ഇതിൻ്റെ കലാപരിപാടിയാണ്. ഈ ഫ്രൂട്ട്സ് എല്ലാം ലെയറായിട്ട് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ചാണ്ടീസ് ഡ്രിസിൽ ഡ്രോപ്സ് എന്ന് എഴുതി ഇതിന് വൈൻ ഒഴിച്ചു. ഞങ്ങളുടെ മാനേജർ MD പ്രാർത്ഥിച്ച ശേഷം ക്യാഷ് നോട്ട് എല്ലാം കൂടെ ഇട്ട് സ്റ്റാഫും ഗസ്റ്റും എല്ലാം കൂടെ ഇട്ട് വാരി മറിക്കുന്ന ഒരു കലാപരിപാടി കേട്ടോ. ശേഷം അടുത്ത ഇനി കേക്ക് ഉണ്ടാക്കി നമുക്ക് പഠിച്ചേക്കാം. ആദ്യം തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തു, അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കണം. മൈദ ഇട്ട് കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഈ വൈനും എല്ലാം കൂടെ മിക്സ് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സാധനം സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മൈദ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ മൈദ ഇട്ട് കൊടുത്ത് അവനെ സെറ്റാക്കി മാറ്റി വെക്കുക. ശേഷം അതിലേക്ക് കുറച്ച് ജിഞ്ചർ പീല്, കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവനെയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല ലെവലാക്കി വെക്കുക. ഇതിൻ്റെ റെസിപ്പി നിങ്ങൾ അടിയിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റെസിപ്പി നിങ്ങൾക്ക് കമൻറ്റായിട്ട് തന്നെ ഇട്ട് തരുന്നതായിരിക്കും. ഒന്നും നോക്കണ്ട, ഈ പ്രാവശ്യം വീട്ടിൽ ഉണ്ടാക്കി അങ്ങ് തകർക്കാം നിങ്ങൾക്ക്. എന്നിട്ട് അടുത്ത പരിപാടിയാണ് ഇതുപോലെ ബൗളെടുക്കുക. ഒരു 200 ഗ്രാം ബട്ടർ, 200 ഗ്രാം ഐസിങ് ഷുഗർ, ഇത് രണ്ടും കൂടെ ഇതുപോലെ ബീറ്റർ വെച്ച് അടിച്ചങ്ങ് ഫോം ചെയ്തെടുക്കുക. പതപ്പിക്കരുത്, അടിച്ച് ടൈറ്റാക്കുക കേട്ടോ. ഇതുപോലെ നല്ല രീതിയിൽ അങ്ങ് ടൈറ്റാക്കി എടുക്കുക. ഇതൊക്കെയാണ് കേക്കിൻ്റെ മെയിനായിട്ടുള്ള സംഭവം കേട്ടോ. ഈ സംഭവം കറക്റ്റാണെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല കേക്ക് കിട്ടുള്ളൂ. ശേഷം ഒരു 4 എഗ്ഗ് ഇടുന്നുണ്ട്. ഈ 4 എഗ്ഗ് നിങ്ങൾ ചെയ്യേണ്ടത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇതുപോലെ അടിച്ച് റെഡിയാക്കി എടുക്കുക. ബീറ്റർ വെച്ച് നല്ലോണം അങ്ങ് മിക്സ് ആക്കുക. അപ്പോൾ ഇതിങ്ങനെ നല്ല ടൈറ്റായി വരുന്നതാണ്. ടൈറ്റായി വരുന്നതനുസരിച്ച് ഓരോരോ മുട്ട പിന്നെയും ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ സ്ലോ മോഷനിൽ ഓരോരോ മുട്ട ഇട്ട് കൊടുക്കുക. അടുത്ത മുട്ടയും ഇതൊന്ന് സെറ്റായി വരുമ്പോഴേക്ക് അടുത്ത മുട്ട ഇട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രാവശ്യം ഈ മാസം 20-ാം തീയതിയാണ് നമ്മുടെ കേക്ക് മിക്സിങ് നടക്കുന്നത്. വിൻഡി വുഡ് വെച്ച് ചാണ്ടീസ് വിൻഡി വുഡ് മൂന്നാർ വെച്ച്. അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്, ഒന്നും നോക്കണ്ട, ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യുക, നേരെ വരിക, പങ്കെടുക്കുക, തകർക്കാൻ, നമുക്ക് പരിചയപ്പെടാം, കേക്ക് ഉണ്ടാക്കുന്ന പഠിക്കുകയും ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ലെവലാക്കി ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ ആക്കി അങ്ങ് എടുക്കുക കേട്ടോ. നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. നല്ല സ്മെല്ല് ഒന്ന് വേണേൽ ടേസ്റ്റ് ചെയ്ത് നോക്ക്, സംഭവം വേറെ ലെവലാണ്. എന്നിട്ട് ഇച്ചിരി മൈദ എടുക്കുക, അതിലേക്ക് ഒരു ഇച്ചിരി ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്യുക കേട്ടോ. ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം അടുത്ത കലാപരിപാടിയാണ് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്നതിലേക്ക് കുറച്ച് വാനില എസൻസ് ഇട്ടിട്ട് ഇങ്ങനെ സ്ലോ മോഷനിലൊന്ന് മിക്സ് ചെയ്യുക. സ്ലോ മോഷൻ മിക്സ് ചെയ്ത ശേഷം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് ഇതിലേക്കൊരു മറിക്കുക. ഡ്രൈ ഫ്രൂട്ട്സും ഇതുപോലെ തന്നെ സ്ലോ മോഷനിലൊന്ന് മിക്സ് ചെയ്യുക. എല്ലായിടത്തും ഒന്നും ആകുന്ന രീതി ഇങ്ങനെ ഒരിടത്തായിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ സ്ലോ മോഷനിൽ മിക്സ് ചെയ്യാൻ പറയുന്നത്. ഭയങ്കരമായിട്ട് മിക്സ് ചെയ്യല്, സ്ലോ മോഷനിൽ വേണം ഈ സാധനം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കുക കേട്ടോ. മൈദ ഇട്ടിട്ട് അവനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ നല്ല സ്റ്റൈലായിട്ട് അങ്ങ് ഫോൾഡ് ചെയ്യുക. ഇപ്പം തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ഈ കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ സാധനം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മൾ വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതി. എന്നിട്ട് ഇതിലേക്ക് കേക്കിന് കളറാവണമല്ലോ, കളറാകുന്നതിന് വേണ്ടി ക്യാരമൽ ഒഴിച്ചു കൊടുക്കുക. ക്യാരമൽ വീട്ടിലുണ്ടാക്കിയാലും കുഴപ്പമില്ല, ഷുഗർ ക്യാരമലാക്കി എടുത്താൽ മതി. അത് ഇട്ടാലും ഒരു കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ക്യാരമൽ നമുക്ക് വെളിയിൽ മേടിക്കാൻ കിട്ടും. ആ ക്യാരമൽ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക 2 സ്പൂൺ. എന്നിട്ട് ഇച്ചിരി ഹണി ഇട്ടില്ലേലും കുഴപ്പമില്ല, പക്ഷേ നമ്മളൊരു സന്തോഷത്തിന് 2 സ്പൂൺ ഹണി അങ്ങ് ഇടുക. ആ ഹണിയും കൂടി ഇട്ടിട്ട് അവനെ ഇങ്ങനെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യണം, മൊത്തത്തിൽ അങ്ങ് മിക്സ് ആവണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഫോൾഡ് ചെയ്ത് ഒരു ചോക്ലേറ്റ് കളർ പോലെ ആക്കിയിടും. നമ്മൾ ചെയ്യുന്ന പ്ലം കേക്കിൻ്റെ കളർ ഈ ഒരു ഡാർക്ക് കളറിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ക്യാരമൽ എസൻസ് കൂടുതൽ വെച്ചിട്ട്, നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ നിങ്ങൾ കുറച്ച് ഇട്ടാലും മതി, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. എന്നിട്ട് ഇച്ചിരി ലിക്വിഡ് ഗ്ലൂക്കോസും കൂടെ ആഡ് ചെയ്യുക. കുറച്ച് മതിയാവും കേട്ടോ. അതും കൂടെ ആഡ് ചെയ്ത ശേഷം അവനെ ഒന്ന് മിക്സ് ചെയ്യുക.
കാരണം ഇത് ചേർക്കുമ്പോഴേക്ക് കേക്ക് പൊടിഞ്ഞു പോകാതിരിക്കാനും നല്ല ടെക്സ്ചറായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ ലിക്വിഡ് ഗ്ലൂക്കോസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഈ രൂപത്തിലാക്കി എടുത്ത ശേഷം അടുത്തത് കേക്ക് മോൾഡ് എടുക്കുന്നു. അതിലേക്ക് ഇവനെങ്ങനെ ഒരു തവി വെച്ചോ സ്പാക്ചുല വെച്ചോ ഇങ്ങനെ എടുത്തൊരു മറിമറിക്കുക. എന്നിട്ട് ഈ നമ്മുടെ ഈ കേക്ക് മിക്സിംഗ് മോൾഡ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു മുക്കാലേ ആക്കാവുള്ളൂ കേട്ടോ, ഫുള്ളാക്കല്ലേ. ഫുള്ളാക്കി കഴിഞ്ഞാൽ ബേക്ക് ചെയ്യുമ്പോൾ ഈ സാധനം എല്ലാം കൂടെ പൊങ്ങി വന്നിട്ട് വെളിയിലാവും. ഇതുപോലൊരു മുക്കാലാക്കി തേച്ച് പിടിപ്പിക്കുക. അതിൻ്റെ മുകളിലേക്ക് ടൂട്ടി ഫ്രൂട്ടി കാഷ്യൂട്ട് കിസ്മസ് ഈ വക സാധനം എല്ലാം ഇട്ട് നല്ല കളർഫുള്ളാക്കാം. എന്നിട്ട് ഇത് ഓവനെ കയറ്റി ബേക്ക് ചെയ്ത് ഈ ലെവലിൽ കിട്ടും. എന്നിട്ട് നല്ല മൂർച്ചയുള്ള നൈഫ് വെച്ചൊന്ന് കട്ട് ചെയ്ത് നോക്കുക. സംഭവം നല്ല അലുവ പീസ് കിട്ടുന്ന പോലെ നമുക്ക് സാധനം കൈ കിട്ടും. പൊടിയാതെ നല്ല കട്ട പീസ് ഇങ്ങനെ കിട്ടും. ആ കട്ട പീസ് ഇങ്ങനെ അങ്ങ് എടുക്കുക, പയ്യെ സ്ലോ മോഷനിൽ അങ്ങ് എടുക്കുക. സ്ലോ മോഷനിൽ എടുത്തിട്ടൊന്നൊരു കഴിച്ച് നോക്കാം എൻ്റെ ചങ്ങാതി. വായിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അലുത്തങ്ങ് ഇറങ്ങുന്ന കാണാൻ പറ്റുന്നുണ്ട്. അത്ര സോഫ്റ്റ് പഞ്ഞ് പോലെ ഇരിക്കുന്നൊരു കേക്ക് കേട്ടോ. ഒന്നും നോക്കണ്ട, കണ്ണടച്ച് വീട്ടിലുണ്ടാക്കിക്കോ. ട്രൈ ചെയ്തോ. ഈ ക്രിസ്മസിന് തകർത്ത് പൊളിച്ചെടുക്കുക എൻ്റെ ചങ്ങാതിമാരെ. കൂട്ടുകാർക്കും ചങ്ങാതിമാർക്കും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്ക.